ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വിക്രം ആ ഡൈവേഴ്സ് നോട്ടീസ് വന്ന ശേഷം വല്ലാത്ത വിഷമത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ശ്രീജേടുത്തി ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട ശ്രീജേടുത്തി, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീജേടുത്തി പറയുന്നുണ്ട്, നീ വന്നിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് അത് വലിയ വിഷമമാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും വിക്രം പോയി കഴിക്കാൻ കൂട്ടാക്കണില്ല. പിന്നെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരിക്കുകയാണ്. വേദ കമലോട് ചെന്നിട്ട്, നോക്ക് അമ്മേ, വിക്രം എഴുതിയ കവിതയാണ് എന്നൊക്കെ പറഞ്ഞ് വായിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ കേൾക്കട്ടെ, ഞാൻ ഒന്ന് വായിക്കുന്നൊക്കെ കമല പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രം ആ കവിതയുടെ പേപ്പർ വേദയുടെ നിന്ന് വേഗം വലിച്ചിട്ട് ഓടുന്നുണ്ട്. വേദ പിടിക്കാനൊക്കെ ഓടിച്ചെല്ലുന്നുണ്ട് വിക്രത്തിൻ്റെ പിന്നിൽ. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ വിക്രത്തിനാണെങ്കിൽ വലിയ വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വേദ ഒരിക്കലും മറക്കാൻ പറ്റാതെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം കമല അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മളെ വേദയെ അവിടെ വെച്ച് കാണുന്നുണ്ട്. വേദയാണെങ്കിൽ കമലയെ കണ്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അമ്മയെന്നൊക്കെ വിളിച്ച് ഓടി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല വേദയോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല മോളെ, പക്ഷെ നിങ്ങളെ രണ്ടാളും ഡൈവേഴ്സ് വരെ എത്തുമെന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത വിഷമമുണ്ട്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യണേ, എന്താ എനിക്ക് പ്രശ്നം എന്നൊക്കെ പറയേണ്ട. വേദയാണെങ്കിൽ കമലോട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ വേദ വേഗം വീട്ടിലേക്ക് ചെന്നിട്ട് ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രീകാന്താണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.